പ്ലസ് ടുവിന്റെ മാർക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തന്നെ പറയാം. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു സാറേ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു റേസ് എഡ്യൂക്കേഷൻ. ദിസ് ഈസ് പി സിക്കന്ദർ ആൻഡ് ദിസ് ഈസ് ബ്ലസ്സി മരിയ. ഓക്കെ, അപ്പൊ മക്കളെ, പ്ലസ് ടു നിങ്ങൾ പഠിച്ചു തുടങ്ങുന്നതിന് മുന്നേ നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ ഇപ്പൊ കറക്റ്റ് നിങ്ങൾ പ്ലസ് വണ്ണിൽ നിന്ന് പ്ലസ് ടുവിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എങ്ങനെയൊക്കെ പഠിക്കണം, പഠിക്കുന്ന സമയത്ത് എന്തൊക്കെ മിസ്റ്റേക്സ് ചെയ്യാൻ പാടില്ല, പ്ലസ് ടുവിന് ശേഷം നിങ്ങൾ ഏത് കോഴ്സാണ് സെലക്ട് ചെയ്യുന്നത് അതിനനുസരിച്ച് എങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്യണം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയുകയാണെങ്കിൽ അത് തീർച്ചയായിട്ടും ബെറ്റർ ആയിരിക്കും. സാറിന്റെ ഒരു അഭിപ്രായത്തിൽ പ്ലസ് ടുവിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണോ, അല്ലെങ്കിൽ പ്ലസ് ടുവിന്റെ മാർക്ക് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? പ്ലസ് ടുവിന്റെ മാർക്ക് ഇമ്പോർട്ടന്റ് ആണോ? പ്ലസ് ടു നിങ്ങൾ വലിയൊരു സ്കോർ 90% അല്ലെങ്കിൽ ഒരു 100% 100% മാർക്കിന്റെ മേലെ ഫുൾ എ പ്ലസിന്റെ പിന്നാലെ പോണോ, അത് എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്? ഇതൊക്കെ ഡിപ്പെൻഡ് ചെയ്യുന്നത് നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് ഏത് കോഴ്സ് ആണ് എടുക്കുന്നത് അതിനനുസരിച്ചിട്ടുണ്ടാവും. ഓക്കെ, സോ മെയിൻലി എല്ലാ കുട്ടികളും പോകുന്നത് സെക്കൻഡ് സ്ട്രീമിലേക്കാണ്. ഇപ്പത്തെ അല്ല, എന്നത്തെ ട്രെൻഡ് ആണ്, പണ്ട് മുതലേ ട്രെൻഡ് ആണ്. മെജോറിറ്റി കുട്ടികളും അതെ അതെ. ഓക്കെ, സോ നീറ്റ് അല്ലെങ്കിൽ ജെ ഇതിന്റെ പിന്നാലെ തന്നെ പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. സോ നീറ്റിനാണെങ്കിൽ മിസ് എത്രയാണ് നമുക്ക് വേണ്ടത്? 50% ഉണ്ടെങ്കിൽ നമുക്ക് എൻട്രൻസ് എക്സാമിനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയ ആണ്. എൻട്രൻസ് എക്സാമിനുള്ള ഒരു എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഇത്ര ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതിന്റെ എൻട്രൻസ് എക്സാം അറ്റൻഡ് ചെയ്യാം. പിന്നെ അഡ്മിഷൻ എന്ന് പറയുന്നത് പ്യൂർലി എൻട്രൻസ് ടെസ്റ്റ് ബേസ് ചെയ്തിട്ടാണ്. സോ ഇവിടെ നിങ്ങളുടെ പ്ലസ് ടുവിന്റെ സ്കോർ ഇവിടെ ഇമ്പോർട്ടന്റ് ആണോ? 75% അല്ലെങ്കിൽ 50% എന്നാൽ പ്ലസ് ടുവില് ഈസിലി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ആവറേജ് കുട്ടിക്ക് തന്നെ സ്കോർ ചെയ്യാൻ പറ്റുന്ന സ്കോറാണ്. സോ ഇവിടെ നിങ്ങൾ എസ്പെഷ്യലി നീറ്റ് ജെഇ പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്കാണെങ്കിൽ ഓഫ് കോഴ്സ് ഒരു 90% ഒക്കെ അത് വേറെ കാര്യം. 50% അല്ലെങ്കിൽ 75% ആണ് ഇതിന്റെ ക്രൈറ്റീരിയ. അപ്പൊ നമ്മൾ പറയുന്നത് ഇതിന്റെ പ്ലസ് ടുവിന്റെ സ്കോർ എത്ര, നിങ്ങൾ 100% മാർക്ക് വാങ്ങി, അത് ഇവിടെ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ബട്ട് വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ ഇതിന് വളരെ സീരിയസ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് 100% കുറവുള്ള മാർക്കൊന്നും കിട്ടൂല, അത് വേറെ കാര്യം. ബട്ട് പ്ലസ് ടുവിന്റെ ടോപ്പ് സ്കോർ ഇതിന് അത്ര ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ബേസ്ഡ് ഓൺ ദ ഡ്രീം, ഇപ്പൊ നീറ്റ് ജെഇ ആണ് ഫോക്കസ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ പ്ലസ് ടുവിന്റെ മാർക്ക് അത്ര ഇമ്പോർട്ടന്റ് അല്ല എന്ന് തന്നെ പറയാം. പിന്നെ എവിടെയാണ് പ്ലസ് ടുവിന്റെ സ്കോർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്? ഡയറക്ട്ലി പ്ലസ് ടുവിന്റെ സ്കോർ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്ന കുറെ കോഴ്സസ് ഉണ്ട്. അതിനെ ബേസ് ചെയ്ത് അഡ്മിഷൻ കിട്ടുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. അപ്പൊ നിങ്ങൾ കീമിന്റെ കാര്യം, ഇപ്പൊ നീറ്റ് ജെഇ പോലെ തന്നെ ഒരു കോമ്പറ്റീവ് എക്സാം ആണ് കീം. നമ്മുടെ കേരള ഗവൺമെന്റ് നടത്തുന്ന എക്സാം കീം, എഞ്ചിനീയറിംഗ് കോളേജിലേക്കുള്ള അഡ്മിഷന് വേണ്ടിയിട്ട്. സോ ഈ കീമിനുള്ള എന്ന് പറയുകയാണെങ്കിൽ അവിടെ 50-50 ആണ്. പ്ലസ് ടുവിന്റെ സ്കോർ 50% എടുക്കും, അതേപോലെ കീമിന്റെ സ്കോർ 50% എടുക്കും. സോ പ്ലസ് ടുവിന് എത്രത്തോളം നിങ്ങൾ സ്കോർ ചെയ്യുന്നുണ്ടോ അത്രത്തോളം ഇവിടെ നിങ്ങൾക്ക് ബെനിഫിറ്റ് ആവും, കീമിലേക്ക് നിങ്ങൾ പോകാനുള്ള ഒരു സാധ്യത ഉണ്ടെങ്കിൽ. ഇനി ഇതിനെല്ലാം പുറമെ മെഡിക്കൽ കോഴ്സസും അതുപോലെ എഞ്ചിനീയറിംഗ് മാത്രമല്ല മറ്റ് പാരാമെഡിക്കൽ കോഴ്സസ് ഉണ്ട്, ഫാഷൻ, ഫുഡ്, മറ്റ് നോർമൽ ഡിഗ്രി, ഇങ്ങനെയുള്ള ഒരുപാട് കോഴ്സസ് ഉണ്ട്, പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഉണ്ട്. സോ അവിടെയൊക്കെ ഒരുവിധം ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ അതിന്റേതായ ഒരു എൻട്രൻസ് എക്സാം ഉണ്ടാവുമെങ്കിലും അവിടെയൊക്കെ പ്ലസ് ടുവിന്റെ സ്കോർ വളരെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ എത്രത്തോളം സ്കോർ ചെയ്യുന്നു, സോ മാക്സിമം 100% നിങ്ങൾ സ്കോർ ചെയ്യുന്നു, അത്രത്തോളം നിങ്ങൾക്ക് അതിൽ ബെനിഫിറ്റ് ഉണ്ട്. അതായത് ഇപ്പം രണ്ട് കുട്ടികളെ നമ്മൾ നോക്കുകയാണെങ്കിൽ അവർ സെയിം സ്കോർ ആണ് എൻട്രൻസിന് സ്കോർ ഇരിക്കുന്നതെങ്കിൽ പ്ലസ് ടുവില് ആർക്കാണ് കൂടുതൽ മാർക്ക് അത് അവിടെ പ്രയോറിറ്റൈസ് ചെയ്യും. ഓക്കെ, പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ് നമ്മുടെ CUET. പ്ലസ് ടുവിന്റെ സ്കോറിനെ അല്ല, അതിനൊക്കെ ഒരു മിനിമം ക്രൈറ്റീരിയ ഉണ്ടാവും. 60% അല്ലെങ്കിൽ 55% മിനിമം ക്രൈറ്റീരിയസ് ഉണ്ടാവും. ബട്ട് ദി സിലബസ് എൻറ്റയർലി പ്ലസ് ടു സിലബസ് ബേസ് ചെയ്തിട്ടാണ്. പ്ലസ് 1 കാര്യങ്ങൾ, പ്ലസ് 1 സംഭവങ്ങൾ വരുന്നില്ല. ചില കുട്ടികളുണ്ടാവും പ്ലസ് 1 കുറച്ച് ഉഴപ്പിയിട്ടുണ്ടാവും, പ്ലസ് 2 നല്ല സ്ട്രോങ് ആയിട്ട് പഠിക്കുന്ന കുട്ടികളുണ്ടാവും. സോ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതേപോലത്തെ എക്സാമുകളൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതല്ലാതെ സെൻട്രൽ യൂണിവേഴ്സിറ്റി തന്നെ പഠിക്കണം, അല്ലെങ്കിൽ റിസർച്ച് ബേസ് ചെയ്തിട്ട് ഐസറിൽ പഠിക്കണം എന്ന് എക്സ്ക്ലൂസീവ് ആയിട്ട് ഡ്രീം ചെയ്യുന്ന ആളുകൾക്കാണെങ്കിൽ പ്ലസ് 2 ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. ആൻഡ് നൗ ദിസ് ഈസ് ദ റൈറ്റ് ടൈം. വെരി ഗുഡ്, വെരി ഗുഡ്. ഓക്കെ, സോ പിന്നെ ഇത് ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് കൊൽക്കത്ത. സോ ഇതൊക്കെ പ്യൂർലി പ്ലസ് ടുവിന്റെ മാർക്കിനെ മാത്രം ബേസ് ചെയ്തിട്ട് അഡ്മിഷൻ വരുന്നതാണ്. വളരെ നല്ല രീതിയിൽ പാക്കേജുകൾ ഒരുപാട് കുട്ടികൾക്ക് അറിയാത്ത ചില ഇൻസ്റ്റിറ്റ്യൂട്ടുകളാണ് ഇതൊക്കെ. ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണല്ലേ പറഞ്ഞത്, ഇതുപോലെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. അപ്പം ആക്ച്വലി നമ്മള് ഇൻസ്റ്റിറ്റ്യൂട്ട്സിന്റെ കാര്യമല്ല ഈ വീഡിയോയിൽ പറയുന്നത്, എത്രമാത്രം പ്ലസ് ടു ഇമ്പോർട്ടന്റ് ആണ് എന്നാണ്. ഞാനിപ്പോ പറഞ്ഞ ഈ ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പോലത്തെ കൂടുതൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ പറ്റി അറിയാമെങ്കിലൊക്കെ നിങ്ങൾ ഇതിന്റെ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്താൽ മതി. തീർച്ചയായിട്ടും നമ്മൾ കൂടുതൽ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും, ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ. അപ്പൊ മിസ്സേ
ഏകദേശം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും പ്ലസ് ടുവിന്റെ സ്കോർ എത്രത്തോളം ഇമ്പോർട്ടന്റ്. അത് വളരെ കുറച്ച് എക്സാമ്പിൾസ് മാത്രമേ നമ്മൾ പറഞ്ഞിട്ടുള്ളൂ. സോ നിങ്ങളെ എയിമിനെ ഡിപ്പെൻഡ് ചെയ്ത് കിടക്കും. സോ നിങ്ങൾക്ക് വരുന്ന സംശയങ്ങളും കാര്യങ്ങളൊക്കെ ഞാൻ സാർ ഇതിന്റെ പിന്നാലെയാണ് പോകാൻ ഉദ്ദേശിക്കുന്നത്, ഞാൻ പ്ലസ് ടു ഏത് രീതിയിൽ പഠിക്കണം, ഈ രീതിയിലുള്ള കമന്റുകളൊക്കെ നിങ്ങൾ ജസ്റ്റ് ഇതിലുള്ള സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ആയിട്ട് നമ്മൾ പ്ലസ് ടുവിന്റെ ആ ഒരു സിലബസ് കംപ്ലീറ്റ് ചെയ്ത് ലൈവ് കംപ്ലീറ്റ് ചെയ്ത് എക്സാമിന് വേണ്ടി മാത്രമല്ല പ്രിപ്പയർ ചെയ്യുക, അതിനുശേഷം നിങ്ങളുടെ ഡ്രീം പോലെ തന്നെ അടിപൊളി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിങ്ങൾ പ്ലേസ് ആകുന്നത് വരെ ആ ഒരു ത്രൂ ഔട്ട് ജേർണിയിൽ ഫുൾ റേസ് എഡ്യൂക്കേഷന്റെ ടീം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും. നമ്മളിങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം തന്നെ പ്ലസ് ടു ലൈഫ് കഴിഞ്ഞതിന് ശേഷമാണ്, പ്ലസ് ടുവിനുള്ള എല്ലാം കഴിഞ്ഞ് പ്ലസ് ടു എക്സാമിനൊക്കെ ശേഷമാണ് ഇതേപോലത്തെ കോഴ്സുകളെ പറ്റിയ കുട്ടികൾ ചിന്തിക്കുക. സോ അവർ ചിലപ്പം കുറെ കുട്ടികൾ ചോദിച്ചിട്ടുണ്ട് പ്ലസ് ടുവിന്റെ സ്കോർ അത്ര വലിയൊരു ഇമ്പോർട്ടന്റ് അല്ല, പലയിടത്തും പല രീതിയിലുള്ള ഇൻഫർമേഷൻസ് കിട്ടിയിട്ടുണ്ടാവും. കാരണം അവർക്ക് അത് ഇമ്പോർട്ടന്റ് ആവില്ല, കാരണം അവർ പോകുന്നത് വേറൊരു സ്ട്രീമിലേക്ക് ആയിരിക്കും, നിങ്ങൾ ഉദ്ദേശിക്കുന്ന സ്ട്രീമിലേക്ക് ആയിരിക്കും അവർ പോകുന്നത്. സോ തീർച്ചയായിട്ടും ചിലവർക്ക് ഇമ്പോർട്ടന്റ് ആയിരിക്കില്ല, ചിലവർക്ക് ഇത് ഇമ്പോർട്ടന്റ് ആയിരിക്കും. അപ്പൊ സ്റ്റാർട്ടിങ്ങിൽ തന്നെ മനസ്സിലാക്കി വെച്ചോ, നിങ്ങളുടെ ഡ്രീമിനെ ഡിപ്പെൻഡ് ചെയ്ത പ്ലസ് ടു ഇത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പറയുന്ന കുട്ടികളുണ്ട്. ഈ കാര്യങ്ങളൊക്കെ എനിക്ക് ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നെങ്കിൽ എന്റെ ലൈഫ് ഒരിക്കലും ഇങ്ങനെ ആവില്ലായിരുന്നു സാറേ എന്ന് പറയുന്ന കുട്ടികളുണ്ട്. സോ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ. ഇനി ആരും കണ്ടില്ല കേട്ടില്ല എന്ന് പറയരുത്. പ്ലസ് ടുവിലുള്ള നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും നിങ്ങൾ ഈ വീഡിയോ തീർച്ചയായിട്ടും ഷെയർ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ കൊല്ലം പ്ലസ് വണ്ണിലൊക്കെ ചെയ്ത പോലെ തന്നെ കൃത്യ ടൈമുകളിൽ ഇവിടെ ലൈവ് ഉണ്ടാവും. എല്ലാ ചാപ്റ്റേഴ്സിന്റെ എല്ലാ സബ്ജക്ട് എല്ലാ ചാപ്റ്റേഴ്സിന്റെ ലൈവ് ഉണ്ടാവും. പിന്നെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വിത്ത് എക്സ്പെർട്ട് ഫാക്കൽറ്റീസ്, പിന്നെ നമുക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടാവും. നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ കഴിഞ്ഞ വർഷം നമ്മൾ എങ്ങനെയൊക്കെ നിങ്ങളെ ഹെൽപ്പ് ചെയ്തത് നിങ്ങൾക്കറിയാം, എന്തൊക്കെ രീതിയിലാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിരുന്നത് നിങ്ങൾക്കറിയാം. സോ അതെല്ലാം ഈ വർഷവും ഉണ്ടാവും. മാത്രമല്ല നിങ്ങൾക്ക് അക്കാഡമിക്സ് ആൻഡ് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള എന്ത് ഡൗട്ടുകൾ ഉണ്ടെങ്കിലും കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി, നമ്മൾ വീഡിയോസ് ചെയ്യും. ഓക്കെ, അപ്പൊ മക്കളെ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.